ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ശലം പുതിന കൊണ്ടുള്ള ചട്നിയും ദോശയും റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് പുതിന പിച്ചി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി. അപ്പോൾ അത് നമുക്ക് നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. പുതിന കുറച്ച് നല്ലതാണ് ഇപ്രാവശ്യം കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ സവാള 2-3 സവാള, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഒരു വലിയ കഷ്ണം, 4-5 വറ്റൽമുളക്, ഒരു കുഞ്ഞ് കഷ്ണം പുളി. ഇത്രയും സാധനം നല്ലതായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മുടെ പുതിനയും കൂടെ അതിലേക്ക് ഇട്ട് വഴറ്റിയതാണ്. ഒരു ഞുള്ള് കല്ലുപ്പും കൂടി ഇടും. ഇത്ര ഇട്ട് നല്ലതായിട്ട് വഴണ്ടി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിലടിച്ച നല്ല സൂപ്പർ ചട്നി റെഡി. വേറെയും പല രീതിയിലും റെഡിയാക്കാം. തേങ്ങ ചേർത്ത് വയ്ക്കാം. ഇനി ഇത് അരച്ചതിന് ശേഷം ലൈറ്റ് ചാറ് മാതിരി വേണ്ടവർക്ക്, അത് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ചില വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കടുക് താളിച്ച് കുറച്ചുകൂടെ ഇതായിട്ടും ഒഴിച്ച് കൂട്ടുന്ന രീതിയിലും റെഡിയാക്കാം. ഇത് ഞാൻ ജസ്റ്റ് അരച്ചെടുക്കത്തതേ ഉള്ളൂ. അപ്പം നമ്മൾ അതിനായിട്ട് ജാറെടുത്തു. ഈ വഴറ്റി വെച്ചിരിക്കുന്ന തണുത്ത് ചൂടെല്ലാം പോയി കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ടിട്ട് ഒരടി അടിക്കും. നമ്മുടെ അപ്പോൾ നമ്മൾ താവ വെച്ച് ചൂടായി ദോശ അതിലേക്ക് ഒഴിച്ചു, ശകലം നെയ്യ് ഇതിലേക്ക് തൂത്തു. ദോശ റെഡിയായി, തിരിച്ചിട്ടു. നമുക്ക് ദോശയെല്ലാം മൂത്ത് വരുമ്പോൾ പുതിന ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദോശ റെഡിയായി, പുതിന ചട്നിയുടെ കൂടെ കഴിക്കാം. ഇതാണ് നമ്മുടെ ചട്നി, നല്ല കളർഫുൾ ചട്നി. അപ്പോൾ നമുക്ക് ഇവിടെ സാമ്പാറും കൂടെ ഉണ്ട്. സാമ്പാറും കൂടെ കൂട്ടി നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സാമ്പാറും കൂടെ ചേർക്കും. നല്ല ചൂടായിട്ട് ഒരിഞ്ഞ ദോശ, നല്ല ടേസ്റ്റും. വയറിന് പുതിന ചട്നി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. വയറിന് ഗ്യാസ്, ഒരുപാട് പരിപ്പും ഫാസ്റ്റ് ഫുഡും എല്ലാം കഴിച്ചിതാകുന്നവർക്ക് ആഴ്ച ഒരു 2 പ്രാവശ്യമെങ്കിലും പുതിന ചട്നി കഴിക്കുമ്പോൾ വളരെ നല്ലതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാറും കൂടെ ശകലം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിന ചട്നി. ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ദോശ തിന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും കഴിച്ചാട്ടെ. ഓക്കെ, താങ്ക് യു.